സ്റ്റെന്റിന്റെ വിതരണം നിലച്ചതോടെ ഈ ഹൃദയ അസുഖവുമായിട്ടൊക്കെ വരുന്ന രോഗികൾക്ക് ബുദ്ധിമുട്ടായിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സർക്കാർ ആശുപത്രികളിലും ഹൃദയ ശസ്ത്രക്രിയകൾ അവതാളത്തിലായി കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ പൂർണ്ണമായും നിലച്ചു എന്നാണ് റിപ്പോർട്ട്. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് എത്തുന്നവരെ പോലും മറ്റ് ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യുന്നുവെന്ന് ഞങ്ങളുടെ പ്രതിനിധി പ്രവീണ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റെന്റ് വിതരണം നിലച്ചതോടെ സംസ്ഥാനത്ത് കടുത്ത ആരോഗ്യ പ്രതിസന്ധിയുണ്ട്. ഹൃദയരോഗവുമായി എത്തുന്നവർക്ക് വേണ്ടത്ര ശസ്ത്രക്രിയ നടത്താൻ പറ്റാത്ത സാഹചര്യമുണ്ട്. കുടിശ്ശിക കൂടി. അതുകൊണ്ട് ആശുപത്രികൾ സ്റ്റെന്റ് വിതരണക്കാരെ വിതരണം ചെയ്യുന്നത് നിർത്തിവെച്ചിരിക്കുന്നു. നമുക്ക് ആദ്യം റിപ്പോർട്ട് കണ്ട് തിരിച്ചു വരാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ളത് 2 കാത്ത് ലാബുകൾ. ഇവിടങ്ങളിലായി ഒരു ദിവസം മുൻകൂട്ടി നിശ്ചയിച്ചതും അടിയന്തര ഘട്ടത്തിൽ വരുന്നതുമായി 25-ലധികം ശസ്ത്രക്രിയകൾ ചെയ്തിരുന്നു. ഇതെല്ലാം നിലച്ചു. 4 ദിവസമായി ഹൃദയ ശസ്ത്രക്രിയകളൊന്നും നടന്നിട്ടില്ല. ഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗികളെപ്പോലും സ്വകാര്യ ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യുകയാണ്. സൂപ്രണ്ട് അടക്കമുള്ളവരെ വിവരമറിയിച്ചിട്ടും കുടിശ്ശിക തീർക്കാനുള്ള നടപടികളൊന്നുമായിട്ടില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജും പരിയാരം മെഡിക്കൽ കോളേജും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ പാലക്കാടും ഈ 3 ഹോസ്പിറ്റലും ഒഴികെ ബാക്കി എല്ലാ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലും 16 കാത്ത് ലാബിലും നമ്മൾ സ്ട്രൈക്ക് കണ്ടിന്യൂ ചെയ്യാണ്. നമുക്ക് 2023 ഡിസംബർ വരെയുള്ള പേയ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്റ്റോക്ക് റീപ്ലേസ് ചെയ്യാനും നമുക്ക് പാരന്റ് കമ്പനി സ്റ്റോക്ക് കിട്ടാനും ഉള്ള സാഹചര്യമുള്ളൂ. സംസ്ഥാനത്ത് ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്ന 19 സർക്കാർ ആശുപത്രികളിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് ഏറ്റവും കൂടുതൽ കുടിശ്ശിക നൽകാനുള്ളത്. 49 കോടിയിലധികം രൂപ. അതേസമയം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങിയതോടെ പരിയാരം മെഡിക്കൽ കോളേജും ആലപ്പുഴ മെഡിക്കൽ കോളേജും പാലക്കാട് ജനറൽ ആശുപത്രിയും കഴിഞ്ഞ വർഷം നവംബർ വരെയുള്ള കുടിശ്ശിക തീർത്തു. സ്റ്റെന്റ് വിതരണക്കാർക്ക് സർക്കാർ നൽകാനുള്ള കുടിശ്ശിക 113 കോടിയിലധികം രൂപയാണ്. സർക്കാർ ഇങ്ങനെ കുടിശ്ശിക കൂട്ടി ഹൃദയ ശസ്ത്രക്രിയകൾ നിലയ്ക്കുമ്പോൾ പ്രവർത്തനം മുടക്കുന്നത് പാവപ്പെട്ട രോഗികളുടെ ഹൃദയമാണ്. നിങ്ങൾ ഈ പാവപ്പെട്ട രോഗികൾക്ക് എങ്ങനെയാണ് വിലയിടുന്നത്? വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം. PR പ്രവീണ നമുക്കൊപ്പം ചേരുന്നു. PR പ്രവീണ, വെരി ഗുഡ് മോർണിംഗ്. എനിക്ക് തോന്നുന്നു ഈ ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു പ്രതിസന്ധി ഉടലെടുത്തിട്ടുണ്ട് എന്നാണ്. സ്റ്റെന്റിന്റെ വിതരണം നിർത്തിവെക്കുന്നു എന്നുള്ളത് വലിയ ആശങ്കയുണ്ടാക്കുന്നൊരു വാർത്തയാണ്. അവതാളത്തിലാവുകയാണോ കാര്യങ്ങൾ? 2 ആഴ്ചയ്ക്ക് മുൻപ് തന്നെ സ്റ്റെന്റ് വിതരണക്കാർ 19 സർക്കാർ ആശുപത്രികൾക്കും ആരോഗ്യ വകുപ്പിനും നോട്ടീസ് നൽകിയിരുന്നു. എത്രയും പെട്ടെന്ന്, അതായത് നവംബർ വരെയുള്ള കുടിശ്ശികയെങ്കിലും തീർത്ത് തരണമെന്നുള്ളതായിരുന്നു ആവശ്യം. അതായത് കഴിഞ്ഞ വർഷം നവംബർ വരെയുള്ള കുടിശ്ശികയെങ്കിലും തീർത്ത് തരണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ സർക്കാർ അതിൽ നടപടിയെടുത്തില്ല. എന്ന് മാത്രമല്ല, മറ്റ് പല രീതികളിലായി അവിടെ സ്റ്റെന്റ് എത്തിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ അത് പ്രായോഗികമല്ല. HLL ആണ് പിന്നീട് അവരുടെ മുന്നിലുള്ള വഴിയെങ്കിലും HLL-നും കോടികൾ കുടിശ്ശിക ഉള്ളതുകൊണ്ട് അവർ ഈ സ്റ്റെന്റിന്റെ വിതരണം കൂടി ഏറ്റെടുക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 19 സർക്കാർ ആശുപത്രികളിൽ ഏറ്റവും പ്രതിസന്ധിയിലായിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. 4 ദിവസമായി ഒരു ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റിയോ നടന്നിട്ടില്ല. VVIP-കൾ എത്തിയാൽ പോലും ചെയ്യാനില്ല എന്നുള്ളതാണ് കാത്ത് ലാബുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. പരിയാരം മെഡിക്കൽ കോളേജും ആലപ്പുഴ മെഡിക്കൽ കോളേജും പാലക്കാട് ജില്ലാ ആശുപത്രിയും അവരുടെ പ്രതിസന്ധി ഏറിയതിനാൽ HMC ഫണ്ടിൽ നിന്ന്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്നും കുറച്ച് പണം കൊടുത്ത് ഇപ്പോൾ അവിടെ സ്റ്റെന്റ് വിതരണം ആരംഭിച്ചിട്ടുണ്ട്. സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ അടിയന്തര ഘട്ടത്തിൽ കാഷ്വാലിറ്റിയിൽ അടക്കം എത്തുന്ന രോഗികൾക്ക് തിരിച്ചടിയാകും. അവർ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് റെഫർ ചെയ്യുമ്പോൾ അവിടെ എത്തിക്കാനാകുമോ, അത്രയും പണം കൊടുക്കാനാകുമോ തുടങ്ങിയ ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, PR പ്രവീണയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഹൃദയ സംബന്ധമായ അസുഖവുമായി ശസ്ത്രക്രിയയ്ക്ക് വരുന്നവർക്ക് ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ സ്റ്റെന്റ് വിതരണം നിലച്ചതോടെ ശസ്ത്രക്രിയകൾ നടക്കുന്നില്ല എന്നാണ് PR പ്രവീണ റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലടക്കം സ്ഥിതി അതീവ രൂക്ഷമായി തന്നെ തുടരുന്നു. PR പ്രവീണയുടെ റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്.